എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം? എന്നെ സംബന്ധിച്ചോളം നല്ലതൊന്നും വളരെ നല്ലതൊന്നും പറയാൻ പാടില്ല, എന്നാൽ തീരെ മോശമെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പൊരുതിൽ നിന്ന് എപ്പോഴത്തെയും പോലെ എൻ്റെ പോരാട്ടം തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ലല്ലോ. വെറും ഒരു ആരോപണത്തിൻ്റെ പേരിൽ വെറും 2 ആഴ്ച മാത്രം പരിചയമുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിച്ചു. പക്ഷേ തുറന്നു പറയണമല്ലോ, എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം കിട്ടിയ വർഷങ്ങളായിരുന്നു. നെഗറ്റീവ്സ് എന്തിനാണ് പറയുന്നത്? പോസിറ്റീവ്സ് മാത്രം നമുക്ക് എടുത്താൽ മതിയല്ലോ. 20 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കോടതിയിൽ കേസ് കൊടുത്തില്ല എന്നതിൻ്റെ ബേസിൽ എനിക്ക് എൻ്റെ പാരൻസിനും മറ്റ് ബന്ധുക്കളുമെല്ലാം വെറുപ്പിക്കേണ്ടി വന്നു. കാരണം കോടതിയിൽ കേസ് കൊടുത്താൽ ഉറപ്പായിട്ടും മോളെ കയറ്റേണ്ടി വരും. അതിന് ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഞാനൊരു പള്ളിയുടെ അടുത്താട്ടോ നിൽക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ അലങ്കരിച്ച് സ്റ്റാർസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എൻ്റെ അച്ഛൻ എപ്പോഴും ക്രിസ്മസ് വരുമ്പോൾ സ്റ്റാർ ഇടാറുണ്ട് വീട്ടിൽ. അച്ഛനത് ഒരിക്കലും തെറ്റിക്കാറില്ല. ഈ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ ഒരുവിധം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഒരു കേസ് വന്നു പെട്ടു. പ്രൊഫഷണൽ തലത്തിലൊരു കേസ് വന്നു പെട്ടു. രാജാവ് നഗ്നനാന്ന് ഞാൻ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. അതിൻ്റെ ബേസിൽ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന അപമാനങ്ങൾ ചില്ലറയല്ല. ഈ നിമിഷം വരെ ഞാൻ അതിൽ നിന്ന് മോചിതയായിട്ടില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ അറകളിലെ കുത്തി നോവിക്കാൻ പാകത്തിന് ആ ഒരു വിഷയത്തിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ കാരണമാവുമായിരുന്നു. ഞാനൊരിക്കലും അവരെ ശപിക്കുന്നില്ല. അവർ കഴുകനെപ്പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും താഴെ വരും, നിങ്ങൾ താഴെ ഇറക്കും ഞാൻ എന്ന് പറയാനുള്ള ശക്തിയോ ആൾബലമോ ഒന്നും എനിക്കില്ല. എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുമ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കും, പള്ളിയിൽ വന്നിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരിക്കും. അത് എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ആരോ ഉണ്ട് എന്നൊരു ഫീല് വരും. ആരോരും ഇല്ലാത്തവർക്ക് ദൈവം തുണയെന്ന് പറയില്ലേ, അതുപോലെ ആരോ ഉണ്ടെന്നൊരു ഫീല് വരും. കർമ്മം തന്നെയാണ് ഈശ്വരൻ, അതിനപ്പുറം വേറെ ഒന്നുമില്ല എനിക്ക്. എന്ന് വെച്ച് ഞാൻ കർമ്മ മേഖലയിൽ ആർക്കും സൗജന്യ സേവനമൊന്നും ചെയ്യാറില്ല. പലപ്പോഴും ആളുകൾ എൻ്റെ ഇന്നാരും മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിവോഴ്സ് പ്രശ്നമാണ് എന്ന് കരഞ്ഞു പറയുമ്പോൾ ഞാനവർക്ക് 3-4 മണിക്കൂർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ, സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ആളുകൾ അതാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്, കൗൺസിലറിൻ്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ അങ്ങനെ എൻ്റെ ജോലിയിൽ അങ്ങനെയുള്ള കുറേ പ്രതിസന്ധികളുണ്ട്. സ്റ്റിൽ ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണ്. എന്നെ ഈ തിരുവനന്തപുരത്ത് വാഴിക്കില്ല, തിരുവനന്തപുരത്ത് ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ല എന്ന് പറഞ്ഞതും എനിക്കെതിരെ എല്ലാ കരുക്കളും നീക്കുന്നതും ഒരു സ്ത്രീയാണ്. സ്ത്രീയുടെ ശത്രു സത്യത്തിൽ ഒരിക്കലും പുരുഷനല്ല, മറ്റൊരു സ്ത്രീ തന്നെയാണ്. അപ്പോൾ എന്തിനാ ഇതൊക്കെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നേ എന്നുള്ളൊരു ചോദ്യം ഇന്നലെയും ഞാൻ കേട്ടു. മനസ്സിലാര് ചുമക്കുന്നു? ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് മറക്കാൻ പാടില്ല. കാരണം നമ്മുടെ പിന്നാലെ ഇങ്ങനെ ഒരാളുണ്ട് എന്നത് മറക്കാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ട് വേണം. പക്ഷെ ആര് പിന്നാലെ ഉണ്ടായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. എൻ്റെ അനുഭവമായിരിക്കില്ല മറ്റൊരാൾക്ക്. എല്ലാം തുറന്നു പറയാനൊന്നും സമയമായിട്ടില്ല. അതുമല്ല, ഞാനങ്ങനെ ഒരാളുടെ കുറ്റവും കുറവും വെട്ടിപ്പിടിച്ചെഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഭഗവാൻ അതിനൊക്കെ ഉള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരും. അങ്ങനെ ഇത് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുള്ള 6ാമത്തെ ക്രിസ്മസാണ്.
നല്ലൊരു അന്തരീക്ഷം ഇവിടെ പള്ളിയിൽ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. മോളകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവളെന്തായിരിക്കും പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ചിലപ്പം ഞങ്ങൾക്ക് നല്ല സമാധാനം തരണേന്നായിരിക്കുമോ, അതല്ലെന്നുണ്ടെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം തരണേന്നായിരിക്കുമോ. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവളെ കരയിപ്പിക്കുന്ന ഒരാളെ വരല്ലേ എന്ന് മാത്രമാണ്. അവൾ സ്വന്തം കാലിൽ നിൽക്കണം, ഭൂമിയിൽ ചവിട്ടി നിൽക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. അവളെ കരയിപ്പിക്കുന്ന ഒരു പങ്കാളി അവൾ തിരഞ്ഞെടുക്കരുത്. ഇത്രയൊക്കെ തന്നെ പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും നന്നായിട്ടിരിക്കുക. പകയും വിദ്വേഷവും കൊണ്ട് മറ്റൊരാളെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഓരോരുത്തരും ഏതൊക്കെ അവസ്ഥകളിൽ കൂടാണ് പോകുന്നത് എന്ന് അവനവന് മാത്രമേ അറിയൂ. ഞാൻ ഈ പോകുന്ന അവസ്ഥകൾ എന്താണെന്ന് എൻ്റെ എതിരാളിയായ സ്ത്രീക്ക് അറിയില്ല. അവരെന്നെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അവർക്കെതിരെ ഒന്നും ചെയ്യാനുള്ള ത്രാണിയും എനിക്കില്ല, എനിക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് പകയിൽ നിന്നെല്ലാം മാറി നിൽക്കാം അല്ലേ. ഹാപ്പി ക്രിസ്മസ്.